അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്നേഹധന്യരായ സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ വർഷത്തെ റമദാനിലും സുഭാഷിതം ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. നമ്മുടെ ജീവിതത്തിൽ ഒരു റമദാനിനെ കൂടി വരവേൽക്കാൻ പടച്ച തമ്പുരാൻ നമുക്ക് ആയുസ് നൽകിയിരിക്കുകയാണ്. എത്രയോ മനുഷ്യർ റജബ് പിറന്നതു മുതൽ റമദാനിലേക്ക് ഞങ്ങളവ ബല്യഗന റമദാൻ എത്തിക്കണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവരിൽ പലർക്കും പരിശുദ്ധ റമദാനിൽ എത്താൻ കഴിഞ്ഞില്ല. റജബിൽ അവർ യാത്ര അവസാനിപ്പിച്ചു. ഷാബാനിൽ പലരും നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് യാത്ര പോയി. എന്നാൽ നമ്മൾ ഭാഗ്യവാന്മാർ വിശുദ്ധമായ റമദാനിലേക്ക് പ്രവേശിക്കാനും അതിനെ വരവേൽക്കാനും ഈ പുതിയ സാഹചര്യത്തിലും നമുക്കതിനെ ഉൾക്കൊള്ളാനുള്ള മഹാഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. റമദാൻ ഒരു സൗഭാഗ്യമാണ്. അതൊരു വിശ്വാസിയെ തേടിയെത്തുന്ന അനുഗ്രഹങ്ങളുടെ കാലമാണ്. സൗഭാഗ്യങ്ങളുടെ ഒരു വസന്തകാലമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ തുടർന്നു പോകുന്ന ശീലങ്ങളിൽ മാറ്റം വരുത്താൻ, നന്മകൾ കൊണ്ട് ജീവിതത്തെ കൂടുതൽ ധന്യമാക്കാൻ, നന്നാവണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്ക് നന്നാവാൻ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും ഒക്കെ നേരിടുന്നിടത്ത് അള്ളാഹു കൂടെയുണ്ട് എന്ന ആത്മധൈര്യം കൈവരിക്കാൻ, ഇങ്ങനെ തുടങ്ങി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സർവ്വതലങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന നന്മയുടെ കാലമാണ് പരിശുദ്ധമായ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ എന്ന് പറയുന്നത്. മാറുക, മാറ്റുക എന്നതാണ് റമദാനിൻ്റെ ഓരോ മിനിറ്റുകളും നമ്മളോട് പറയുന്നത്. ജീവിതത്തെ കൂടുതൽ നവീകരിക്കുക, ചിന്തകളെ മെച്ചപ്പെട്ടതാക്കുക, പ്രവർത്തികളെ റബ്ബിൻ്റെ പൊരുത്തത്തിലാക്കുക. പരിശുദ്ധ റമദാൻ വന്നു. അത് അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളെ തഴുകിത്തലോടി സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ്. റമദാന് കൊണ്ട് കൊയ്തെടുക്കണം, നേടിയെടുക്കണം, വിജയിക്കണം. ആ വാക്കുകളാണ് നമ്മളോട് പറയുന്നത്. ഇനിയുള്ള ഓരോ ദിവസങ്ങളും അതിനുള്ള മത്സരമാണ്, തയ്യാറെടുപ്പാണ്, മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.